വർഷങ്ങളായി പുറം ലോകം കാണാതിരുന്ന ശ്യാം എന്ന ഭിന്നശേഷിക്കാരൻ ഇനി പുറം ലോകം കാണും. അതിന് വഴിയൊരുക്കിയതാകട്ടെ അവന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന RS അബിൻ എന്ന വാർഡംഗവും. കൊല്ലം മയ്യനാട് വലിയവിളയിൽ കൊന്നയിൽ വീട്ടിൽ ശ്യാം എന്ന 38-കാരൻ ജന്മന വൈകല്യങ്ങളോടെ പിറന്നവനായിരുന്നെങ്കിലും വീട്ടിൽ നിന്നും പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ റോഡിലേക്ക് നിരങ്ങിയിറങ്ങി സഞ്ചരിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ വഴി തകർന്ന് കുണ്ടും കുഴിയുമായതോടെ അവന്റെ പുറം ലോകത്തെ കാഴ്ചകളും നിലച്ചു. പിന്നീട് വീടിനുള്ളിൽ തന്നെയായി. പലപ്പോഴും ആരെങ്കിലും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴും മുടി മുറിക്കാൻ പോകുമ്പോഴുമാണ് റോഡിലെ കാഴ്ചകൾ കാണുന്നത്. അന്ന് വാർഡ് ഭരിച്ചിരുന്ന വാർഡംഗത്തോട് പലവട്ടം വഴി ശരിയാക്കി തരാൻ പറഞ്ഞിട്ടും അവരാരും ചെയ്തു നൽകിയില്ല. പല കാരണങ്ങൾ പറഞ്ഞ് അവരത് ഒഴിവാക്കി. എന്നാൽ പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ച് എത്തിയതാകട്ടെ നാടിന്റെ പ്രിയപ്പെട്ടവനായ RS അബിനായിരുന്നു. ശ്യാമിന്റെ അവസ്ഥ മനസ്സിലാക്കി പല കാര്യങ്ങളും അബിൻ ചെയ്തു നൽകി. തന്റെ കാലാവധി അവസാനിക്കും മുമ്പ് ശ്യാമിന്റെ വീട്ടിലെ ആ വഴി കോൺക്രീറ്റ് ചെയ്ത് തരുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. ഇനി ശ്യാം ആരുടെയും സഹായമില്ലാതെ ഈ വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങി സമീപത്തെ ഉത്സവങ്ങൾ കാണും. റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കാണും. തന്റെ പഴയ സുഹൃത്തുക്കളെയും കാണും. ഇതിനെല്ലാം വഴിയൊരുക്കിയ RS അബിനെയും ഈ വഴിയിലൂടെ ചെന്ന് കാണും. അത്രത്തോളം സ്നേഹമാണ് ശ്യാമിന് അബിൻ എന്ന ജനകീയ അംഗത്തോട്. അവന് പുറത്തോട്ട് പോവാനൊക്കെ വലിയ, പിന്നെ ഈ കാലിന് മുട്ടില് വന്ന വലിയ പ്രശ്നമാ. മുട്ട് പഴുക്കും. ഈ വെളിയിലൊക്കെ പോകുമ്പോ കൂടുതൽ ഈ അണുക്കളൊക്കെ തട്ടിയിട്ടായിരിക്കും കൂടുതലും പഴുക്കുന്നത്. ഈ രണ്ട് മുട്ടും തള്ളി പഴുക്കുമ്പോഴത്തേക്ക് ചീയടങ്ങോണ്ട് അത് എത്ര വട്ടം കീറി അത് ഇതാക്കിയിട്ട് ഒരു പ്രാവശ്യം അത് കീറുന്നതിന് 2500 രൂപ അവിടെ അടയ്ക്കുന്നത് ഫീസ്. അവിടെ കൊണ്ടുപോയി കീറി പിന്നെ അത് ഉണങ്ങുന്നവരെ മൂത്രമൊഴിക്കാനും എന്നെല്ലാം എടുത്തു പൊക്കിക്കൊണ്ട് പോണം നമ്മള് വെളിയിലൊക്കെ ബാത്റൂമില്. മക്കള് മോളുണ്ട്, മോളും കുടുംബം കൂലിപ്പണി പോകുന്നത്. ചെരുപ്പ് ഇടുവോ? ചെരുപ്പ് വേണമെന്ന് പറയുന്നു. അന്നൊരാൾ ഇതേപോലെ ചെരുപ്പിന് നമ്മള് രാത്രി ഒരു ഗൾഫിൽ നിന്നാ വിളിക്കുന്നത്, ഇപ്പൊ ഉടനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ കണ്ടില്ല. പിന്നെ ഒരാള് ഉടനെ ഇതേപോലെ ചാനലുകാർ പിടിച്ചതാ, വഴി ഉടനെ നാളെ തന്നെ റെഡിയാക്കി തരുമെന്നും പറഞ്ഞ് വേറൊരു കൂട്ടര്. എന്നിട്ട് അവരെയൊന്നും പിന്നെ നമ്മള് കണ്ടിട്ടില്ല. മെമ്പർ വൃത്തിയാക്കി തന്നു. ചാനലുകാർ വന്ന് ഇതേപോലെ പിടിച്ചോണ്ട് പോയി ഇതാന്നും പറഞ്ഞ് ആരൊക്കെ വിളിച്ചു, ആരാണെന്നൊന്നും നമുക്കറിഞ്ഞൂടാ. ഫോണില് രാത്രിയൊക്കെ ഇവിടെ വിളിച്ചത്. എന്നിട്ട് നമ്മള് ആരെയും കണ്ടില്ല. പക്ഷെ മെമ്പർ എന്തായാലും അവൻ നമുക്ക് റെഡിയാക്കി തന്നു. അബിൻ പറഞ്ഞ് ചേച്ചി, ഞാൻ ഇവിടുന്ന് ഈ പ്രാവശ്യം ഇവിടുന്ന് ഇറങ്ങുന്നതിനകം വെച്ച് ചേച്ചിയുടെ മോനെ ഉള്ള വഴി ഞാൻ വൃത്തിയാക്കി തന്നിരിക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറഞ്ഞു. തന്റെ വീട്ടിലെ ഏതു കാര്യങ്ങൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാലും ഓടിയെത്തി ചെയ്തു നൽകുന്ന അബിനെ അത്രത്തോളം ഇഷ്ടമാണ് ശ്യാമിന്. മഴക്കാലമായാൽ വീടിനു പുറത്തെ ശൗചാലയത്തിൽ പോകുവാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത്. വീടിനകത്ത് തന്നെ ഒരു ശൗചാലയം വേണമെന്നാണ് ഇനിയുള്ള ശ്യാമിന്റെ ആവശ്യം. മാത്രമല്ല, ഇഴഞ്ഞു നീങ്ങുമ്പോൾ കാലിൽ പലപ്പോഴും മുറിവുകൾ ഉണ്ടാകും. മുട്ടിന്റെ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പും ആരെങ്കിലും വാങ്ങി നൽകിയാൽ എന്ന് ആഗ്രഹിക്കുകയാണ് ശ്യാമും കുടുംബവും. പൊതുജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് ഞാനുള്ളത്. കാരണം വേറൊന്നുമല്ല, ഈ കഴിഞ്ഞൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഒരുപാട് റോഡുകൾ ഈ വാർഡിൽ എൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ പല സ്ഥലങ്ങളായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് ആത്മസംതൃപ്തി നൽകിയിട്ടുള്ളത് ആ വലിയ റോഡുകളെക്കാൾ കൂടുതൽ ശ്യാമുവിന് വേണ്ടി ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞ ഈ കുഞ്ഞു വഴിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നാടിനാകെ പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ട ശ്യാമോൻ. അയാളെ, പ്രിയപ്പെട്ട ശ്യാമിനെ ഈ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിന്നും നല്ല ഒരു പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ വഴിക്ക് കഴിഞ്ഞു. കാരണം ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായിരുന്നു. അപ്പോൾ വരാൻ പറ്റുന്നില്ല. ഈ മുട്ട് രണ്ടും പൊട്ടുമായിരുന്നു. മുകളിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ വഴി വന്നതുകൊണ്ട് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ, പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ,
ഒക്കെ തൊട്ടടുത്ത് വലിയവിള ചിരപുരാതനമായ വലിയ ശക്തിയുള്ള വലിയവിള മാടൻ തമ്പുരാന്റെ മണ്ണാണ്. അപ്പൊ ആ മാടൻ തമ്പുരാനെ കാണാൻ തൊഴാനൊക്കെ പ്രിയപ്പെട്ട ശ്യാമിനെ ഒരു 4 മുറിയുടെ ചുവരുകളുടെ ഇരുട്ടിൽ നിന്നും ഈ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മസംതൃപ്തി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഇനിയും ഏറെ ആവശ്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ അമ്മ പറഞ്ഞു. അതും എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ഈ മുട്ടിന്റെ ഒരു അതൊക്കെ കഴിയുന്ന രീതിയിൽ ഞാൻ അതും ഒക്കെ നേടിക്കൊടുക്കാൻ ശ്യാമിനൊപ്പം ഉണ്ടാവും. അപ്പൊ ആ ശ്യാമിന്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഇത് അയാളുടെ അവകാശമാണ്, അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രിയപ്പെട്ട ശ്യാമിന്റെ അവകാശമാണ്. ആ അവകാശം നേടിക്കൊടുക്കുന്നതിൽ ഒരു പങ്കായി മാറാൻ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം.